വിളിച്ച് കുട്ടപ്പന്മാരായിട്ട് ഞാനും എൻ്റെ ടീമേറ്റായ ഷാദും രാവിലെ തന്നെ ഓഫീസിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇന്നാണ് വാസലിൻ്റെ പുതിയ പ്രോജക്റ്റിൻ്റെ ക്ലൈൻറ്റിനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വരുന്നത്. ആ ലിങ്കിലേക്ക് ക്ലൈൻറ്റിനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയി ലാപ്ടോപ്പും തുറന്ന് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ 2 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം ലിങ്ക് വന്നു. ലിങ്കിൽ നമ്മൾ ക്ലൈൻറ്റിനെ രജിസ്റ്റർ ചെയ്തു. ഷാദ് നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് തന്നെ അവന് ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് തുടങ്ങാമെന്ന് അവൻ പറഞ്ഞു. അതിനുശേഷം നമ്മൾ രണ്ടുപേരും കൂടി വാസലിലേക്ക് പുറപ്പെട്ടു. വാസലിൽ ഒരു യൂണിറ്റ് കിട്ടുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അവിടെ പോയി എല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്ത് ഒന്ന് പ്രിപ്പയർ ആയിരുന്നു. നാളെയാണ് അവർ യൂണിറ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം യൂണിറ്റ് അലോക്കേഷന് വേണ്ടി നമ്മൾ രണ്ടുപേരും രാവിലെ തന്നെ അൽവാസലിന്റെ ഓഫീസിലെത്തി. അൺഫോർച്ചുനേറ്റ്ലി സം ഡോക്യുമെന്റൽ ഇഷ്യൂ കാരണം നമുക്ക് യൂണിറ്റ് ക്ലൈന്റിന് എടുത്തു കൊടുക്കാൻ പറ്റിയില്ല. നമ്മൾ രണ്ടുപേരും വളരെ ഡിസപ്പോയിന്റഡ് ആയിരുന്നു. വീണ്ടും അതിന്റെ അടുത്ത ദിവസം നമ്മൾ രാവിലെ തന്നെ അൽവാസലിന്റെ ഓഫീസിലെത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ക്ലൈന്റും എത്തി. ക്ലൈന്റിന് പ്രോജക്റ്റിന്റെ മിനിയേച്ചറിന്റെ അടുത്ത് വെച്ച് തന്നെ പ്രോജക്റ്റ് ഡീറ്റെയിൽ ആയി ബ്രീഫ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ടോക്കൺ വിളിക്കാനായി കാത്തിരുന്നു. ടോക്കൺ വിളിച്ചതിന് ശേഷം നമ്മൾ ഉള്ളിൽ പോയി നമ്മളെ യൂണിറ്റ് അലോക്കേറ്റ് ചെയ്ത് കിട്ടി. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ക്ലൈൻറ്റ് 5% ഡൗൺ പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യെസ്, ഫൈനലി ക്ലൈൻറ്റ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു. അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തന്നു. അങ്ങനെ ഷാഹിദ് നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം ആദ്യത്തെ ട്രാൻസാക്ഷൻ ക്ലോസ് ചെയ്തിരിക്കും. നമ്മളെല്ലാം ഹാപ്പി ആയിരിക്കണം. നമ്മൾ ടീം മെമ്പേഴ്സ് മൊത്തം ഇവിടെ ഉണ്ട്. ആസ് എ ലീഡർ ഇറ്റ്സ് വെരി പ്രൗഡ് മൂമെന്റ് ഫോർ മീ.